welcome back to my channel. You know that feeling when you have got the perfect plan? To-do list ഉണ്ടാക്കുക, ജിമ്മിൽ പോവുക, വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക, കാലണ്ടർ സെറ്റ് ചെയ്യുക, ഇതൊക്കെ നമ്മൾ ചെയ്തു വെക്കും. ആൻഡ് ദെൻ വാട്ട്? ആഴ്ചകൾ കഴിയും, മാസങ്ങൾ കഴിയും, ആൻഡ് നത്തിങ് ഈസ് ആക്ച്വലി ഡൺ. അത് നിങ്ങൾ ലേസി ആയതുകൊണ്ടല്ല. യു ആർ ജസ്റ്റ് സ്റ്റക്ക് സംവെയർ ഇൻ ദ ട്രാപ്പ് ഓഫ് പ്ലാനിങ്, നോട്ട് എക്സിക്യൂട്ടിങ്. To be honest, I was stuck in this loop. കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും, എൻ്റെ ഹെൽത്ത്, സ്കിൻ, ഫുഡ്, ട്രാവലിംഗ്, അങ്ങനെ പലതും. പക്ഷെ എനിക്കിതൊന്നും എക്സിക്യൂട്ട് ചെയ്യാനേ കഴിയാറില്ല. ഇപ്പോൾ ദ ഓൺലി തിങ് ദാറ്റ് ഐ എം ഡൂയിങ് കോൺസ്റ്റൻ്റ്ലി ഈസ് മൈ സ്കിൻ കെയർ. അതും കഴിഞ്ഞ 6 to 7 months ആയിട്ടേ ഉള്ളൂ. നമ്മളുടെ സ്കിന്നിൽ എന്തെങ്കിലും ചേഞ്ചസ് വിസിബിളി കാണണമെങ്കിൽ തന്നെ ഒരു 3 to 6 months എന്തായാലും എടുക്കും. അതിനുപോലും ക്ഷമയില്ലാത്ത ആളാണ് ഞാൻ. ഡോക്ടർ എന്തെങ്കിലും ഓയിൻമെൻറ്റ് തന്നാലോ ഞാനായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചാലോ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം മാക്സിമം ഞാൻ അത്രേ യൂസ് ചെയ്യാറുള്ളൂ. കാരണം എനിക്ക് ക്ഷമയില്ല. എനിക്ക് ഇന്ന് ചെയ്ത കാര്യത്തിന് നാളെ തന്നെ റിസൾട്ട് കിട്ടണം. അതാണ് എൻ്റെ സന്തോഷം. എൻ്റെ സ്കിന്ന് ഭയങ്കര ഡാമേജ്ഡ് ആയിരുന്നു, ഇപ്പോഴും ആണ്. പക്ഷേ മുന്നത്തേന് വെച്ച് നോക്കുമ്പോൾ ബെറ്ററാണ്. പണ്ട് ചില ആൾക്കാർ എന്നെ കാണുമ്പോഴേക്ക് സുഖമാണോ അല്ലെങ്കിൽ ഹായ് എന്നൊക്കെ പറയുന്നതിനേക്കായി മുന്നേ മുഖത്ത് നിറച്ച് കുരു വന്നല്ലോ, ഇതിപ്പോൾ എന്താ ഇങ്ങനെ പറ്റിയത് എന്നൊക്കെയാണ് ചോദിക്കാറ്. സംഭവം എനിക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും കാര്യമായിട്ട് ബാധിക്കാറില്ല. പക്ഷേ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ഒരാളോട് നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് വിഷമം വരും. അപ്പോൾ നിങ്ങളൊരാളെ കാണുമ്പോഴേക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ മനസ്സിലിട്ടൊന്ന് ആലോചിക്കുക, ഇത് ഇയാൾക്ക് വിഷമം ഉണ്ടാക്കുമോ ഇല്ലേ എന്നുള്ളത്. എന്നിട്ട് മാത്രം ചോദിക്കുക, അതാണ് ബെറ്റർ. എനിക്കെൻ്റെ സ്കിൻ കെയർ ചെയ്യാനിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാനതിനെ റൊമാൻറ്റിസൈസ് ചെയ്ത് തുടങ്ങി. മുന്നേയൊക്കെ ആവുമ്പോൾ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ആറ്റോമിക് ഹാബിറ്റ് എന്ന് പറയുന്ന ബുക്കിൽ പറയുന്നുണ്ട്, നമ്മളൊരു കാര്യത്തിനെ അൺകോൺഷ്യസ് ആയിട്ട് ചെയ്യണമെങ്കിൽ ആ കാര്യം നമുക്കൊരു ഹാബിറ്റായി മാറണം. ആ ഒരു കാര്യം ഹാബിറ്റായിട്ട് മാറുമ്പോൾ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു എഫേർട്ടും അതിലിടേണ്ട ആവശ്യമില്ല. അത് നമ്മളുടെ ലൈഫ് സ്റ്റൈലായി മാറിയിട്ടുണ്ടാവും. നമുക്കതിൽ നല്ല റിവാർഡ് കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു കാര്യമാണ് എനിക്ക് എൻ്റെ സ്കിൻ കെയർ. ഞാൻ ഈ പറയുന്ന പോലെ പെർഫെക്റ്റ് ടൈമിനും സാഹചര്യത്തിനും വേണ്ടി മാറ്റി നീട്ടി വെച്ച ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിലുണ്ട്. ബട്ട് നൗ ഐ സ്റ്റോപ്പ് പോളിഷിങ് എവറിത്തിങ് ആൻഡ് ജസ്റ്റ് സ്റ്റാർട്ടഡ്. ഒരിക്കലും ഫുള്ളി റെഡിയായ പോലെ നമുക്ക് ഫീൽ ചെയ്യുകയില്ല ലൈഫിൽ. ബട്ട് വൺസ് യു ടേക്ക് ദാറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് യു വിൽ റിയലൈസ് ദ ഹാർഡസ്റ്റ് പാർട്ട് വാസ് ജസ്റ്റ് ദാറ്റ് ബിഗിനിങ്. നമുക്കറിയുന്ന പോലെ തന്നെ എഫക്റ്റീവായിട്ടുള്ള ഹാബിറ്റ്സ് നമ്മൾ മേക്ക് ചെയ്യുകയാണെങ്കിൽ ആസ് എ ഹ്യൂമൻ നമ്മളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും നമ്മളുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനും അത് സഹായിക്കും. അതിൽ പെട്ട ചില കാര്യങ്ങളാണ് ചെസ്സ് കളിക്കാൻ പഠിക്കുക, അതുപോലെ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാൻ പഠിക്കുക, ന്യൂ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ ലൈഫിലെ എനിക്ക് ഏറ്റവും അനിവാര്യവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള റിസോഴ്സസ് കണ്ടുപിടിച്ച് അത് വെച്ച് പഠിക്കാനാണ് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ വലിയ കാര്യം, അല്ലാതെ പെർഫെക്റ്റ് ടൈമിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതല്ലല്ലോ. ഒറ്റയ്ക്ക് പുറത്തു പോകാൻ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ? എനിക്കറിയുന്ന കുറച്ച് ആൾക്കാർക്ക് ഒറ്റയ്ക്ക് പുറത്തു പോകാൻ ഇഷ്ടമേ അല്ല. നമ്മളുടെ തന്നെ കമ്പനിയിൽ പുറത്തു പോയി അതിലൊരു സമാധാനം കണ്ടെത്തുന്ന കുറച്ച് ആളുകൾ, അതിൽപ്പെട്ടൊരാളാണ് ഞാനും. ഇവിടുത്തെ DM, വൂൾവർത്ത്, ടെഡി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഷോപ്പിലാണ് ഞാൻ പൊതുവേ പോയി തെണ്ടാറ്. പണ്ട് ഞാൻ തിരൂർ തെണ്ടിയ പോലെ എൻ്റെ തിരൂർ മാർക്കറ്റാണ് ഈ പറയുന്ന കടകളെല്ലാം.
ഒറ്റയ്ക്ക് റെസ്റ്റോറൻറ്റിൽ പോവുക, ഷോപ്പിങ്ങിന് പോവുക, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുക, ഇതൊക്കെ ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങളാണ് എൻ്റെ ചെറുപ്പം തൊട്ടിട്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നും ആ കാര്യങ്ങളോട് ഇഷ്ടമാണുള്ളത്. അല്ലാതെ ചമ്മലോ ഒരു പേടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്യാറേ ഇല്ല. കഴിഞ്ഞൊരു വർഷം എനിക്ക് ജിമ്മിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 10-12 കിലോ ഞാൻ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ചെറുതായിട്ട് നിർത്തി വച്ചിരിക്കുകയാണ്, ബഡ്ജറ്റ് ടൈറ്റ് ആയത് കാരണം. ഇപ്പോൾ ഈവനിങ് ജസ്റ്റ് ടൈം കിട്ടുന്ന സമയത്ത് ഞാനിതുപോലെ ജോഗിങ്ങിനും നടക്കാനൊക്കെ വേണ്ടി ഇറങ്ങാറുണ്ട്. എനിക്ക് പൊതുവെ ഈ കാർഡിയോ വർക്കൗട്ട് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. കാരണം എൻഡ്യൂറൻസ് ഭയങ്കര കുറവായതുകൊണ്ടാണ്. എൻ്റെ ബോഡിയാണെങ്കിൽ റെസ്റ്റ് എടുത്താൽ വേഗം തടി കൂടും. കഴിഞ്ഞ ഇയർ സെക്കൻഡ് ഹാൻഡ് ഷോപ്പിലൊക്കെ പോയി ടീഷർട്ട്സും ട്രാക്ക് പാൻറ്റും അങ്ങനെ എല്ലാം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ചെറിയ വിലയ്ക്ക്. അപ്പോൾ എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള ജിമ്മിൽ മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത ടാർഗറ്റ്. അങ്ങനെ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.